ഉമ്മൻചാണ്ടി മുതൽ CN ബാലകൃഷ്ണൻ വരെയുള്ള മന്ത്രിമാർ ആഹ്ലാദചിത്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോൾ ദുഃഖിതനായിരിക്കുന്ന ഒരാളുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ MD സാക്ഷാൽ ടോമിൻ ജെ തച്ചങ്കരി. 2060 രൂപയുടെ ആവോലി വറുത്തത് കഴിക്കുന്ന ചെയർമാൻ സ്വന്തമായുള്ള സ്ഥാപനത്തിന്റെ MD. ടോമിൻ തച്ചങ്കരിയുടെ ഏറ്റവും വലിയ ദുഃഖം സ്ഥാപനത്തിലെ അഴിമതിയാണ്. ആവോലി കഴിച്ചും ജോലി ചെയ്യാതെയും ചിലരൊക്കെ പെരുവഴിക്കാക്കുന്ന സ്ഥാപനം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ മൂലം തകർച്ചയുടെ വക്കിലാണത്രേ. കഴിഞ്ഞൊരു ദിവസം ഇന്നലെ മലപ്പുറത്ത് 5-6 ത്രിവേണികൾ വെറുതെ ഇട്ടിരിക്കുക, സഞ്ചരിക്കുന്ന ത്രിവേണികൾ. അപ്പോൾ പറയുന്നു പത്രക്കാർ മോശമായിട്ട് എഴുതുന്നു, ജനങ്ങൾ മോശമായിട്ട് എഴുതുന്നു, അത് ഓടിക്കണം. അപ്പോൾ ആണ് ആ ത്രിവേണികൾ ഓടിക്കണമെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതായത് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് 50,000 രൂപ ചിലവ്. അങ്ങനെ 50,000 രൂപ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് 3-4 ജീവനക്കാരെ വെക്കണം. അവർക്കൊക്കെ 300 രൂപയുള്ളൂ. അപ്പോൾ എത്രയായി? ഒരു 1200 രൂപ. അതിൻ്റെ ടയർ 4000 കിലോമീറ്റർ ഓടുമ്പോൾ മാറണം. ടയറിൻ്റെ തേയ്മാനം തന്നെ 1 കിലോമീറ്റർ 2 രൂപ കൊണ്ട് 2 രൂപ വരെ കണക്ക് കൂട്ടണം. ഡീസൽ ചിലവ്, ഇതിൻ്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യേണ്ട കുത്തിവെക്കണം, പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ അതിനായിട്ട് 20 രൂപ 25 രൂപ ഡെയിലി. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ചിലവ് ഇതിനകത്ത് വരുന്നു. അതിനുശേഷം നമ്മൾ ഈ സാധനം ഓടിക്കുന്നു. അപ്പോൾ 26 രൂപയ്ക്ക് മേടിച്ച അരി അതേ വിൽക്കുന്നത് 28 രൂപയ്ക്കാണ്. എല്ലാ ത്രിവേണികളും വിൽക്കുന്നത് 28 രൂപയ്ക്ക്, അല്ലേ? 28 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 26 രൂപയ്ക്ക് നമ്മുടെ ഗോഡൗണിൽ ഇറക്കി തന്ന അരി അത് പാക്ക് ചെയ്യാനുള്ള മാർക്കിംഗ് ചാർജ് 1 രൂപ. അപ്പോൾ എത്രയായി? 27. അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയലിന് വീണ്ടും 1 രൂപ. അപ്പോൾ എത്രയായി? 28. സമാസമമായി കഴിഞ്ഞു അപ്പം തന്നെ. പിന്നീട് നമ്മളിത് ലോഡ് ചെയ്യുന്നു, അതിന് ലോഡർമാരുടെ കാശ്, വണ്ടിയെ കൊണ്ടുപോകുന്നു അതിന് കാശ്, ഇറക്കുന്നതിന് കാശ്, പിന്നെ നമ്മുടെ ഈ പറയുന്ന എല്ലാ വണ്ടി അതാ ഡീസൽ കൂലി, മറ്റേ കൂലിയും ജോലി കൂലി എല്ലാം കൂടി കഴിഞ്ഞാൽ 10, 34, 35 രൂപ കോസ്റ്റാണ്. അപ്പോൾ 26 രൂപയ്ക്ക് മേടിച്ച സാധനം കൺസ്യൂമർ ഫെഡിന്റെ ശമ്പളവും മറ്റു സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വിൽക്കണമെങ്കിൽ 34 രൂപയ്ക്ക് വിൽക്കണം. നാട്ടുകാർ മേടിക്കുമോ? മേടിക്കില്ല. എന്തുകൊണ്ട്? 28 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ലോകത്തെല്ലായിടത്തും 28 രൂപയ്ക്ക് കിട്ടും. സഞ്ചരിക്കുന്ന മാവേലിയോ സഞ്ചരിക്കുന്ന ത്രിവേണി പോയാലും 28 രൂപയ്ക്കുള്ളിൽ വിൽക്കാൻ കഴിയില്ല. കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മുക്കിന് കടകളാണ്, അവരൊക്കെ ഒറ്റയാനിരിക്കുന്നവരുമാണ്. അപ്പോൾ കൂടുതൽ വിൽക്കുമ്പോൾ കൂടുതൽ നഷ്ടം വരുന്നു. അപ്പൊ അറിഞ്ഞുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർ നഷ്ടം വരുന്നു. എന്തിന്? പത്രക്കാരുടെ മുമ്പിൽ പേരെടുക്കണം. ത്രിവേണികൾ ഓടുന്നു, അങ്ങോട്ടോടുന്നു 10,000, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, എന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ഒന്നുമില്ല. ജോലിക്കാരുടെ അവസ്ഥയാണെങ്കിലോ? അവരുടെ ശമ്പളം ആലോചിച്ചാൽ ടോമിൻ തച്ചങ്കരിക്ക് ജീവിതം തന്നെ ലജ്ജാകരമാകും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥയാണ് കൺസ്യൂമർ ഫെഡിന്റെ MD ആയിരിക്കുന്നത്. കാരണം 7,000 രൂപയുടെ തൊഴിലാളികളെ ഇവിടെ കൂടുതൽ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് 7,000 രൂപ ജീവിതത്തിൽ ഒരിടത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുണ്ട്. ഇവിടെ പാത്രം കഴുകാനിരിക്കുന്നവന് പോലും 15,000, 10,000 രൂപ കിട്ടും. ഡെയിലി 450, 500 രൂപ കിട്ടാൻ തമിഴന്മാരെ പോലും കിട്ടത്തില്ല. അപ്പോൾ 7,000 രൂപയുള്ള കൺസൾട്ടൻറ്റ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 10, 11, അത്രേ 10 അല്ലേ? 11, എത്ര വരും? 12, 8,600. 8,600 കിട്ടുന്ന തൊഴിലാളികളുടെ MD ആയിട്ടിരിക്കുന്നത് എനിക്ക് ഒരു വളരെ ലജ്ജാകരമായ കാര്യമാണ്. നിങ്ങൾക്കെല്ലാം ഈ ഡ്രസ്സ് മേടിക്കുന്ന തന്നെ എത്ര രൂപ വരും? അപ്പോൾ ശമ്പളം കുറയ്ക്കാൻ കഴിയില്ല, മറിച്ച് ശമ്പളം കൂട്ടണം എന്നുള്ള ഏറ്റവും വലിയ വാദകരനാണ് ഞാൻ. അതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തത്, പിന്നെ എവിടെയാണ് കുറയ്ക്കാൻ പറ്റുന്നത്? അതിനകത്ത് അടുത്തത് നമ്മുടെ മറ്റു ആഡ് ചെയ്യുന്ന വാല്യൂ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ. പാക്കിംഗ് ചാർജുകളിനകത്ത് കുറയ്ക്കാൻ പറ്റുമോ? പാക്കിംഗ് മെറ്റീരിയൽ കുറയ്ക്കാൻ പറ്റുമോ? മറ്റേതൊക്കെ രീതിയിലാണ് ഇൻസെൻറ്റീവ് വഴി കൂട്ടാൻ പറ്റുമോ? അങ്ങനെയുള്ള മാർഗങ്ങൾ വഴി ഞാൻ അരിയുടെ കാര്യം പറഞ്ഞ ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണ്. നമ്മുടെ കോസ്റ്റിംഗ് തന്നെ മാറാതെ ഇവിടെ നഷ്ടം കുറയില്ല. ഇതിലെല്ലാം ഉപരിയാണ് കറപ്ഷൻ. എന്തുകൊണ്ട്? ഈ 26 രൂപയുടെ അരി വന്ന് ഗോഡൌണിൽ ഇറക്കണമെങ്കിൽ, ഗോഡൌൺ മാനേജർക്ക് ഇറക്കണമെങ്കിൽ 10,000 രൂപ. എത്ര പേര് പറഞ്ഞു? അപ്പൊ 10,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടിരുന്നവൻ 26 അരി എൻ്റെ പറ്റും, ആന്ധ്രയുടെ അരി മാറ്റി കർണാടകയിൽ നടക്കും. അപ്പൊ കർണാടകയിൽ നിന്ന് കൊണ്ടിരുന്ന അരി 16 രൂപയ്ക്ക് 12 രൂപയ്ക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ ക്വാളിറ്റി പ്രശ്നമായി. ഈ ഇറക്കുന്ന ആളോ വിൽക്കുന്ന ആളോ അറിയുന്നുണ്ടോ ഏതരിയാ മാനേജിംഗ് ഡയറക്ടർ ഓർഡർ ചെയ്തതെന്ന്? അറിയുന്നില്ല. അയാളുടെ സാമ്പിളില്ല. ത്രിവേണികളിൽ ഞാനിപ്പോൾ പോയി വന്ന ത്രിവേണികളിൽ അവരരി ഇറക്കി വെച്ചു, മോളിൽ നിന്നൊരു നിർദ്ദേശം വന്നു, ഇടുന്നു, വിൽക്കുന്നു. അപ്പം നമ്മൾ ആരും ഇതിന് ട്രെയിൻഡ് അല്ല. ഇതിന് തക്ക ട്രെയിനിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം മെഡിക്കൽ രംഗത്തിലേക്ക് വന്നാലും മെഡിക്കൽ വിങ്ങിന് കിട്ടിക്കാണില്ല. കാരണം നമ്മളെല്ലാം വന്നിട്ടുള്ളത് കത്തുകളാലാണ്. കത്തുകളാൽ ബന്ധപ്പെട്ടവരാണ്. ഇവിടെ യോഗ്യതയോ പരീക്ഷയോ ഇന്റർവ്യൂവോ അങ്ങനെയുള്ള PSCയോ ഒന്നും വന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ പരിശീലനവും കിട്ടിയില്ല.
ഇനി തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകാൻ തീരുമാനിച്ചാലോ അതും നടക്കില്ല. കാരണം ഓരോ മന്ത്രിമാരുടെയും നേതാക്കളുടെയും ആവശ്യപ്രകാരമാണ് കൺസ്യൂമർ ഫെഡിൽ ഓരോരുത്തർക്കും ശമ്പളം കൊടുക്കുന്നത്. സംഘടനാ ശക്തി കൊണ്ടോ മറ്റ് സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒരു സ്ഥാപനത്തിന്റെ വെൽത്ത് സമ്പത്ത് കവർന്നു കൊണ്ടുപോകാൻ ഞാൻ മാനേജിംഗ് ഡയറക്ടറോടത്തോളം കാലം സമ്മതിക്കില്ല. ഇവിടെ തുല്യ ജോലിക്ക് തുല്യ വേതനം, അതെല്ലാവരും സമ്മതിക്കുമോ? ആരെങ്കിലും പറയോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയോ തുല്യ വേതനയ്ക്ക് 2 ശമ്പളം? പക്ഷെ കൺസ്യൂമർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരേ ദിവസം അപ്പോയിന്റ്മെന്റ് വന്നവര് ഇഷ്ടക്കാർക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നു. ഏരിയ മാനേജർ, റീജിയണൽ മാനേജർ, ചീഫ് മാനേജർ, ഇങ്ങനെ. മറുകൂട്ടരോ സ്വാധീനമില്ലാത്തവരെന്നും ഇങ്ങനെ താഴെ കിടക്കുന്നു. അല്ലേ? നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ആൽക്കഹോൾ ഷോപ്പിൽ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ളവർ പോയി കാസർഗോഡിന്റെ ജില്ലാ മാനേജരായിട്ട് 14 വർഷക്കാലം ഇരിക്കുന്നു. ആ ഷോപ്പുകളിൽ നിൽക്കുന്നവരൊക്കെ 14-12 വർഷം ഇരിക്കും. ഞാൻ എല്ലാവരും മാറ്റി, എന്നിട്ടും 5 വർഷമേ പഠിച്ചുള്ളൂ. എന്തിന്? ഇത് ഈ കൺസ്യൂമർ ഫെഡിന്റെ സമ്പത്തിനും സൗകര്യങ്ങൾക്കും ഇവിടുത്തെ എല്ലാ തൊഴിലാളിക്കും ഒരുപോലെയുള്ള അവകാശമില്ലേ? കൺസ്യൂമർ ഫെഡിൽ എന്ത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം മന്ത്രി CN ബാലകൃഷ്ണൻ തൃശൂരിലെ കൊലക്കേസിന്റെ പിന്നാലെയാണ്. മന്ത്രിയുടെ വിശ്വസ്തരായ ഐ ഗ്രൂപ്പുകാർ ഒരു എ ഗ്രൂപ്പുകാരനെ കൊന്ന കേസ് തുറിച്ചു നോക്കുകയാണ്. VM സുധീരനും മുഖ്യമന്ത്രിയുമെല്ലാം വൈരാഗ്യം തീർക്കുകയാണെന്നാണ് മന്ത്രിയുടെ വിശ്വസ്തനായ ഗോപപ്രതാപനും പ്രതികളും ഒരുപോലെ പറയുന്നത്. മുക്കിന് കൊലപാതക രാഷ്ട്രീയം പ്രസംഗിക്കുന്ന ചെന്നിത്തലയാണെങ്കിൽ ത്രിശങ്കുവിലാണ്. ആരെ രക്ഷിക്കണം, ആർക്കൊപ്പം നിൽക്കണം എന്ന കാര്യത്തിൽ. CN ബാലകൃഷ്ണനോ മുഖ്യമന്ത്രിയോട് തന്നെ ഉടക്കി നിൽക്കുകയുമാണ്. ഇതാണ് പറഞ്ഞത് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്ന്. ഇന്നത്തെ കലമുടയ്ക്കൽ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.